നിനക്ക് ഭ്രാന്ത് പിടിച്ചാലും നീ ചത്താലും എനിക്കൊന്നുമില്ല. പക്ഷേ എന്റെ മോളെ ഞാൻ നിന്നോട് വിടില്ല. അങ്ങനെ പറയല്ലേ എങ്ങളെ. ഞാൻ ആഗ്രഹിച്ചതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നേടിയിട്ടുണ്ട്. അവളെ തരില്ല എന്ന് മാത്രം അങ്കിൾ എന്നോട് പറയരുത്. ഗുണ്ടകളെ കൂട്ടി എന്നെ ഇവിടെ പിടിച്ചു വെച്ചിട്ട് എന്റെ മോളെ കെട്ടിച്ചേരുമെന്ന് ചോദിക്കാൻ നിനക്ക് നാണമില്ലടാ? എന്റെ കുടുംബം എന്റെ ജീവനാ, എന്റെ മക്കളാ എനിക്കെല്ലാം. അവരുടെ ദേഹത്ത് ഒരു പോറ ഏറ്റാൽ പോലും എനിക്ക് സഹിക്കില്ല. നിന്നെപ്പോലെ ഒരു കൊടിച്ചതിയനെ അറിയാതെ അവൾ സ്നേഹിച്ചു പോയി. അതാ അവൾ ചെയ്ത തെറ്റ്. ആ തെറ്റിന് അവളിപ്പോ വിഷമിക്കുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. നിന്നെ കാണുന്ന പോലും ഇപ്പൊ അവൾക്ക് പേടിയാ. അങ്ങനെയുള്ള നിനക്ക് ഞാൻ അവളെ കല്യാണം കഴിച്ചു തരണം അല്ലേ? എന്നിട്ട് നിന്റെ ഭാര്യയെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതുപോലെ മടുക്കുമ്പോ അവളെ കൊല്ലണം അല്ലേ? അച്ഛന്റെ അമ്മയുടെ സ്നേഹം എന്താണെന്ന് നിനക്കറിയാവോ? സഹോദര സ്നേഹം എന്താണെന്ന് നിനക്കറിയാവോ? ചതിയും വഞ്ചനയും ക്രൂരതയും മാത്രമാണ് നിന്റെ മനസ്സിലുള്ളത്. പ്രിയയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ പിന്നാലെ ഇങ്ങനെ കൂടുന്നത് അവളുടെ ജീവൻ എടുക്കാനാണെന്ന് എനിക്കറിയാം. എന്റെ ജീവനുള്ളപ്പോ അതിന് ഞാൻ എന്റെ മോളെ നിനക്ക് വിട്ടു തരില്ല. എന്തിനാ എന്നോട് വാശി പിടിക്കുന്നത്? എന്റെ മുന്നിൽ നിന്ന് ആര് വാശി പിടിച്ചാലും എനിക്കത് ഇഷ്ടമല്ല. എന്റെ നിയന്ത്രണം വിട്ടുപോകും. അങ്ങളുടെ ദേഹത്ത് കൈവെക്കണമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. പറ്റിപ്പോയി. അങ്കിളെ വെറുതെ എന്തിനാ അങ്കിളെ എന്നെ അടി വാങ്ങുന്നു? ഓ, ഞാൻ ഈ പാവമല്ലാതെ ഇവിടെ തീർക്കും. ദയവേത് എന്നെ ഒരു പാപിയാക്കരുത്. പാവമല്ലേ ഞാൻ? പ്ലീസ്. പാട്. ഇതിനൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അങ്കിളെ? ഈ കണ്ണാടി പോലെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് താഴെ വീണ പൊട്ടി തകർന്നു പോവും. പിന്നെ അങ്ങോട്ട് ചേർത്ത് വെക്കാനേ പറ്റില്ല. അതുകൊണ്ട് അങ്കിള് നന്നായിട്ടൊന്ന് ആലോചിക്കേ, എന്നിട്ട് എനിക്ക് പോസിറ്റീവായിട്ട് മറുപടി താ. ഇല്ലടാ, നിനക്കുള്ള മറുപടി ഞാൻ എപ്പോഴേ തന്നു കഴിഞ്ഞു. നീ എന്നെ വേണോ കൊന്നോ, പക്ഷേ പ്രിയ ഞാൻ നിനക്ക് തരില്ല.
സാറിനെ പിടിച്ചു മാറ്റി. സാറേ വേണ്ട വേണ്ട. സാർ സാറേ വിടു സാറേ. വിടു സാറേ. ഹലോ പ്രിയമോളെ. ചേച്ചി, അച്ഛൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അച്ഛൻ എവിടെ പോയി? അച്ഛൻ ആരെയോ കാണാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞു പോയതാ. അച്ഛൻ ഇത്രയും വൈകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇല്ല ചേച്ചി, പെട്ടെന്ന് വരാന്ന് പറഞ്ഞു പോയതാ. ഇപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എനിക്കാകെ ടെൻഷൻ ആവുന്നു. നീ പേടിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. ഞാനിപ്പം അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. എന്തു പറ്റി അടുത്ത്? ആരെ വിളിച്ചത്? പ്രിയമോളെ വിളിച്ചത്. അച്ഛൻ വീട്ടിൽ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന്. ആരെങ്കിലും കാണാൻ പോയതായിരിക്കും. സമയത്തിലല്ലേ ആയുള്ളൂ, വന്നോളൂ. അതല്ല ഹിറ്റ്ലറെ, അച്ഛൻ പുറത്ത് എവിടെ പോയാലും വൈകുവാണെങ്കിൽ വിളിച്ചു പറയാറുള്ളതാ. ഇതിപ്പോ വിളിച്ചു പറഞ്ഞിട്ടുമില്ല, ഫോണ് സ്വിച്ച് ഓഫാ. പ്രിയമോളാകെ പേടിച്ചിട്ടാ ഇങ്ങോട്ട് വിളിച്ചത്. നിങ്ങൾക്ക് ആ കമ്മീഷണറെ ഒന്ന് വിളിച്ച് അന്വേഷിച്ച് നോക്കാൻ പറ്റുമോ? പ്ലീസ് ഹിറ്റ്ലറെ, ആ അവിനാഷിന്റെ കാര്യം ഓർത്തിട്ടാ അവിടെ എല്ലാവർക്കും പേടി. അവൻ അച്ഛനെ എന്തെങ്കിലും ചെയ്യുമെന്നോ? ഏടത്തി പേടിക്കണ്ട. ഏടത്തിന്റെ അച്ഛനെ അവൻ എന്തെങ്കിലും ചെയ്താ ഇടിച്ചവന്റെ എല്ല് ഞാൻ ഓടിക്കും. അവിനാഷ് എന്ന് വീട്ടിൽ ചെന്ന് പോയത് പിന്നെ അവർക്കൊക്കെ ആകെ ടെൻഷനാ. ഏടത്തി പേടിക്കണ്ട, നമുക്ക് അന്വേഷിക്കാം. താങ്ക്സ്. എന്താ, എന്തെങ്കിലും വിവരം കിട്ടിയോ? നിങ്ങളുടെ വീടിനടുത്തുള്ള കുരിശുപള്ളി കവലയിൽ നിന്ന് ഒരു പോലീസുകാരൻ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയതായി വിവരം കിട്ടിയിട്ടുണ്ട്. പോലീസുകാരനോ? അതെ. അപ്പൊ പിന്നെ അവൻ തന്നെ ആയിരിക്കും, ആ അവിനാശില്ലേ അവൻ. ഏട്ടാ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇതുവരെ കിട്ടിയതുകൊണ്ടൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഏട്ടനൊരു വാക്ക് പറഞ്ഞാൽ മതി, അവന്റെ കാര്യം ഞാൻ ഏറ്റു. നീ ഇങ്ങനെ ധൃതി പിടിക്കാതെ നമുക്കതിനുള്ള ഏർപ്പാടുണ്ടാക്കാം. ഏട്ടത്തി, ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ഒരു കുഴപ്പവും കൂടാതെ ഏട്ടത്തിയുടെ അച്ഛൻ തിരിച്ചു വരും, പോരെ? കുറച്ചു നേരം കൂടെ നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ പോയി അന്വേഷിക്കാം. അയ്യോ സുധേട്ടൻ, അച്ഛാ, സുധേട്ടാ, അയ്യോ സുധേട്ടാ, അയ്യോ സുധേട്ടാ, അച്ഛാ, എഴുന്നേക്ക് അച്ഛാ, പതുക്കെ സുധേട്ടാ, അച്ഛാ, സുധേട്ടാ, സുധേട്ടാ, ആരാ സുധേട്ടാ ഇത് ചെയ്തേ? സുധേട്ടാ, അയ്യോ അച്ഛാ, വെള്ളം വേണം. പതുക്കെ സൂക്ഷിച്ചു. അച്ഛാ,
പതുക്കെ. ഇങ്ങോട്ടിരിക്കച്ച. പതുക്കെ. മോളെ നീ കുറച്ച് വെള്ളം എടുത്തേ. സുധേട്ടാ. ഒന്നുമില്ല സുധേട്ടാ. അമ്മ. സുധേട്ടാ എന്താ സംഭവിച്ചത്? ആരാ നിങ്ങളെ ഉപദ്രവിച്ചത്? എന്താ അച്ഛാ? തന്നെ ചേച്ചി അറിയിക്കണം. ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. വേണ്ട, ഇപ്പൊ ആരെയും വിളിക്കണ്ട. അല്ലച്ചാ, ഞാൻ എന്താ ഇപ്പൊ ആരെ ഒരു കാര്യം അറിയിക്കണ്ട. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് കഴിയട്ടെ. അതുവരെ ഈ സംഭവിച്ചൊന്നും ഒരാളും അറിയണ്ട. വേണ്ട അച്ഛാ. അറിയരുതെന്ന് പറഞ്ഞ നാളെ അവൻ ഇതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും ചെയ്താലോ? ഇന്ന് നിങ്ങളോട് ഇത്രയും ചെയ്തിട്ട് നാളെ ഈ കല്യാണം മുടക്കില്ലെന്ന് എന്താ ഉറപ്പ്? എന്തായാലും ഇത് ഡിക്ക് അറിയിക്കണം. ഡിക്ക് വേണ്ടത് ചെയ്തോളൂ. അമ്മ പറഞ്ഞത് തന്നെയാ ശരി. നമ്മളിത് രഹസ്യമൊക്കെ വെക്കുന്ന എന്തിനാച്ചാ? എനിക്ക് പേടിയുണ്ട്. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ തന്നെ നമ്മുടെ ഓരോരോ കാര്യങ്ങൾക്ക് ഇടപെട്ട് അവര് തമ്മിലുള്ള വൈരാഗ്യം ആകാശം മുട്ട നിൽക്കുക. അതിന്റെ കൂടെ ഇനി ഇതും കൂടെ അറിഞ്ഞ അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അത് പിന്നെ കൂടുതൽ കുഴപ്പമാവും മോളെ. ജ്യോതി മോളുടെയും നിന്റെയും ജീവിതത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് താങ്ങാൻ പറ്റത്തില്ല. ഇത് ഞാനങ്ങ് സഹിച്ചോളാം. തൽക്കാലം ഇതാരോടും പറയണ്ട. കല്യാണം ഒന്ന് കഴിയട്ടെ. അച്ഛാ. മോളെ, അച്ഛനല്ലേ പറഞ്ഞത് വേണ്ട. അച്ഛാ, അച്ഛൻ ഇതുവരെ വന്നിട്ടില്ലെന്നുള്ള കാര്യം ഞാൻ ചേച്ചിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരന്വേഷിക്കില്ലേ? അവളെ ഞാൻ വിളിച്ചോളാം. ഏട്ടാ, ഏട്ടനാ കമ്മീഷണർ ഒന്നൂറ് വിളിച്ചു നോക്കി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി അന്വേഷിക്കാം. ഏട്ടത്തി പേടിക്കണ്ട. അങ്കിൾ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവന്നിരിക്കും കേട്ടോ. നിക്കേ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഒരു മിനിറ്റ്, ദേ അച്ഛൻ വിളിക്കുന്നു. എടുക്ക്. അച്ഛാ. മോളെ, അച്ഛൻ ഇത് എവിടെയായിരുന്നു ഇത്രയും നേരം? അച്ഛനെ ഒരു സ്ഥലം വരെ പോയിരുന്നു. ഇടയ്ക്ക് വെച്ച് ഫോൺ അങ്ങ് ഓഫായി പോയി. ഇപ്പോഴാ ചാർജ് ചെയ്തത്. ഇവരിവിടെ കിടന്ന് വെറുതെ ബഹളം ഉണ്ടാക്കിയതാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എങ്കിൽ വെച്ചു. അച്ഛൻ നാളെ വിളിക്കാം മോളെ. അച്ഛാ ഒരു മിനിറ്റ്. ഹലോ. ഏട്ടത്തിക്ക് ഇപ്പൊ സമാധാനമായില്ലേ? നിങ്ങൾ ഇത്രയ്ക്ക് പാവമാവരുത് സുധേട്ടാ. ജ്യോതിയോടെങ്കിലും കാര്യം പറയേണ്ടതായിരുന്നു. അച്ഛാ, ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. മോളെ, നമ്മൾ കാരണം
ഇനി ആരുടെയും ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടരുത്. അച്ഛനൊന്നും സംഭവിച്ചില്ലല്ലോ. നമ്മൾ ഇനി ഇത് ജ്യോതിമോളോട് പറയണം, അവളത് DKയോട് പറയണം. ഇതറിഞ്ഞാൽ പിന്നെ DK വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തിനാ മോളെ വെറുതെ? എന്നാലും ഒരെന്നാലും ഇല്ല. ഒരു പെങ്കൊച്ചിന്റെ കല്യാണ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. അവൻ എന്നെ ഇത്രയും ഉപദ്രവിച്ചിട്ടും ഞാൻ ക്ഷമിച്ചത് എന്റെ മോക്ക് വേണ്ടിയാ. മോളെ, ക്ഷമിക്കുന്നത് ഒരിക്കലും ബലഹീനതയാണെന്ന് നിങ്ങൾ കരുതരുത്. ഈ ഭൂമിയിൽ ഏറ്റവും ശക്തമായ ആയുധം ക്ഷമ തന്നെ. അവന് കിട്ടാനുള്ളത് തക്ക സമയത്ത് കിട്ടും. തൽക്കാലം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അവിനാഷാണ് ഇത് ചെയ്തതെന്ന് ആരോടും പറയരുത്. അച്ഛാ, ഞാൻ കാരണമാണല്ലോ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒരു തടസ്സവും കൂടാതെ നടന്നു കിട്ടണം. അച്ഛാ, കഴിച്ചിട്ട് വേണ്ട. അവിനാഷാണല്ലോ. ഇവൻ എന്തിനാ എന്നെ വിളിക്കുന്നു? ഈശ്വരാ, അച്ഛൻ. ഹലോ. ആ ചേച്ചി, അച്ഛൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലോ അല്ലേ? എന്താ പറഞ്ഞ? ചേച്ചിയുടെ അച്ഛനും ഞാനും തമ്മിലെ ഒരു അഭിമുഖ സംഭാഷണം നടത്തി. അത് കഴിഞ്ഞ് സുരക്ഷിതമായിട്ട് ഞാനങ്ങ് എത്തിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ചൂടാക്കി ഒന്ന് ആവി പിടിച്ചു കൊടുക്കാൻ രണ്ടാനമ്മയോടൊന്ന് പറഞ്ഞേക്കണേ. നിർത്തടാ. എന്റെ അച്ഛനെ നീ എന്തോ ചെയ്തിട്ടുണ്ടല്ലേ? കൊല്ലും നിന്നെ ഞാൻ. അയ്യേ, ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. മൂപ്പർക്കേ ഈ അഭിമുഖ സംഭാഷണത്തിനിടയ്ക്ക് ഒരു തലചുറ്റലുണ്ടായി. ഉടനെ ഞാൻ എന്റെ ഡ്രൈവറോട് പറഞ്ഞു സുരക്ഷിതമായിട്ട് എത്തിക്കണമെന്ന്. എത്തിക്കുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭാവി അമ്മായിച്ചനല്ലേ. അങ്ങനെ ഒരു ആഗ്രഹം നീ സ്വപ്നം പോലും കാണണ്ട. പ്രിയക്ക് നിന്നെ കാണുന്നതേ വെറുപ്പാ. അയ്യോ, അങ്ങനല്ല ജ്യോതി. നിങ്ങൾ അവളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനൊരു പാവമാ. പ്രിയയെ ഞാനിങ്ങ് സ്നേഹിച്ചു പോയി. ഇനി എനിക്ക് അവളെ മറക്കാൻ വയ്യ. ജ്യോതി, എനിക്കൊരു സഹായം ചെയ്യണം. പ്രിയയെ എനിക്ക് തന്നെ കല്യാണം കഴിച്ച് തരണം. അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ഇനിയും സംഭവിക്കും. ഇപ്പോ നിന്റെ അച്ഛനെ ഞാൻ ജീവനോടെ വിട്ടു. അത്രയും ദയ ഇനി ചിലപ്പോ ഞാൻ കാണിച്ചെന്ന് വരില്ല.
നിന്റെ ഭീഷണിയൊന്നും ഇനി വില പോവില്ല. DK തീരുമാനിച്ച വിവാഹം ഇത്. അത് നടത്താൻ DKക്ക് അറിയാം. ഓ DK തീരുമാനിച്ചെന്തും നടപ്പിലാക്കുന്ന ആളല്ലേ നിന്റെ DK. ആ ഇപ്പൊ ആലോചിച്ച കല്യാണം അങ്ങ് നിർത്തിവെക്കാൻ പറ. എന്നിട്ട് എന്റെയും പ്രിയയുടെയും കല്യാണം അങ്ങ് നടത്തി തരാൻ പറ. ഇല്ലെങ്കിൽ ഇനിയും ഞാൻ നിന്റെ അച്ഛനെ കസ്റ്റഡിയിലെടുക്കും. നിന്റെ അച്ഛൻ ജീവനോടെ പോലീസ് ലോക്കപ്പിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യും.